ഒരു വർഷം മുൻപ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ആരംഭിച്ച സീരിയലാണ് കാതോട് കാതോരം. അതിഗംഭീരമായ പ്രണയ സീനുകൾ ഉൾപ്പെടുത്തി റേറ്റിംഗിൽ ഒന്നാമതെത്തിയതിന് പിന്നാലെ സീരിയൽ അവസാനിക്കാൻ പോകുകയാണ് എന്ന വാർത്തകളും എത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴും സീരിയൽ വമ്പിച്ച പ്രേക്ഷക പ്രീതിയോടെയാണ് മുന്നേറുന്നത്. മീനുവിന്റെയും ആദിയുടെയും പ്രണയകഥയാണ് കാതോട് കാതോരം സീരിയൽ പറയുന്നത്. അർജുനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതയാകേണ്ടി വന്ന എന്നാൽ ഇവരുടെ വിധി സ്വീകരിക്കുമോ എന്നതായിരുന്നു ആ സീരിയലിന്റെ കഥാതന്തു. ഇപ്പോൾ ഇരുവരും ഒന്നിച്ച് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. എങ്ങനെ പോണു സീരിയലും ഇതും ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവങ്ങളും എല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യുന്നു? തീർച്ചയായും എൻജോയ് ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എല്ലാരും ഫീഡ്ബാക്ക് ഇപ്പൊ ഒത്തിരി കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇപ്പം വൈറലായി നിൽക്കുന്നത് തന്നെ സീരിയലില് അധികം കാണാത്ത ഒരു സംഭവമാണ് ഇത്രയും ഇങ്ങനത്തെ ഒരു ഇമോഷണൽ സീൻസ്, ഇന്റിമേറ്റ്സ് ആയിട്ടുള്ള സീൻ. ഇതൊക്കെ നമ്മളിപ്പോ സിനിമയിൽ ഇപ്പൊ എല്ലാവർക്കും കണ്ട് വളരെ യൂസ്ഡ് ആയി. ഇന്നിപ്പോ സിനിമയിൽ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും വലിയൊരു സംഭവമല്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളും സിനിമ പരമായിട്ടുള്ളതെല്ലാം കഴിഞ്ഞ ഒരു കാലമായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ സീരിയലില് നേരത്തെ ഒരു സീരിയൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ നിങ്ങളുടെ സീരിയൽ കാതോട് കാതോരത്തിൽ ഇങ്ങനത്തെ ഒരു ഇന്റിമേറ്റ് സീൻ വരുന്നു. അപ്പൊ വീണ്ടും ഇത് ഭയങ്കര അധികം ചർച്ച ാവുകയാണ്. കാണാത്ത കാര്യങ്ങൾ കാണുമ്പോൾ, പതിവില്ലാത്തത് കാണുമ്പോൾ പെട്ടെന്നുള്ള ഒരു ഇത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇന്റിമേറ്റ് സീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നാണം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, കുഴപ്പമൊന്നും നേരത്തെ ഒരു സീരിയൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതേ ഡയറക്ടർ തന്നെയാണ് നമ്മൾക്കും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാർ തന്നെയാണ്, മനോജ് ഗണേഷ് സാറാണ്. അപ്പൊ അങ്ങനെ നാണം എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ 10-35 പേരിങ്ങനെ നോക്കി നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സീനായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇതിലാണ്. അങ്ങനെ ഒരു നാണിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ചെയ്യുമ്പോഴേക്കും ആ സീൻ എങ്ങനെ ഇതാക്കാം, സാറിന്റെ ഇൻപുട്ടും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മളെ സീൻ എങ്ങനെ ബെറ്റർ ആക്കാം. നമുക്കതൊരു നോർമൽ സീൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിക്ക് നമുക്ക് അത്രേ ഉള്ളൂ. അത് ആ ഒരു സീനും ആ രീതിക്ക് തന്നെ നമ്മൾ കാണുന്നുള്ളൂ. അതിപ്പോ ഇന്റിമേറ്റ് സീൻ എന്നുള്ള രീതിക്ക് പ്രത്യേകം നമുക്ക് അത്ര ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി കൃഷ്ണേന്ദുവിന്റെ ഫാമിലിയിലായിക്കോട്ടെ, രാഹുലിന്റേതായിക്കോട്ടെ, അപ്പം ഫാമിലിയിൽ ഇത് നിങ്ങൾ പറഞ്ഞിട്ടാണോ ഈ സീൻ ചെയ്തത്, അതോ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഫാമിലിയിലേക്ക് ഇങ്ങനെ ഒരു സീൻ? ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാ പറഞ്ഞത്. അതായത് ഞാനിതിന് അത്ര ഒരു വലിയൊരു സീനായിട്ട് സംഭവമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ ഞാനൊരു കിസ്സിങ് സീനൊക്കെ ചെയ്തായിരുന്നു, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് അമ്മ കിസ്സിങ് സീനോ, എവിടെ കിസ് ചെയ്ത് ചോദിച്ചു. ഇല്ല, ചേക്സിൽ അങ്ങനെ അവർ ആ ഒരു സെൻസിൽ എടുത്തു. പിന്നെ അത് അവരും സീരിയലായിട്ടും കാണാൻ അവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, വെരി ഗുഡ്. രാഹുലിന്റെ ഞാനും ചെയ്ത്, കാരണം ഇത് അത്ര വലിയ ബിഗ് ഡീൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ പേരൻസ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഒരിക്കലും അതൊരു മിസ്ജഡ്ജ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സീരിയലിലാണെങ്കിലും ഈ ചീക്സിലെ കിസ് എന്നൊക്കെ പറഞ്ഞാൽ വെരി നോർമൽ, വെരി കോമൺ ആക്ച്വലി സീരിയലിൽ പോലും. പക്ഷെ ഇതിലും ഞങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്, ചീക്സിലും തന്നെയാണ് കിസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ സോങ്ങും അതിന്റെ പാശ്ചാത്തലവും കാര്യങ്ങളും വന്നപ്പോഴാണ് ഇതിന് ഈ പറഞ്ഞ ഒരു ഫീൽ കണ്ടത്. കാരണം ചീക്സിലെ കിസ്, നെറ്റിലെ കിസ് ഒക്കെ എല്ലാ സീരിയലും കോമൺ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ ഇതിൽ ആ ഒരു രീതിയിൽ അത് എടുത്തു, പ്രസന്റേഷനിലാണ് ആ വ്യത്യാസം വന്നത്. അതൊരു ബിജിഎം മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് മൂഡ് മാറിപ്പോകും. പക്ഷെ ഇത് ടെലികാസ്റ്റ് ആയി കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയും അവരെ എന്തായിരിക്കും പറയാനുള്ളതെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനും അവരുടെ കൂടെ ഇരുന്ന് കണ്ടോ ഈ സീന്? ആണോ? കൃഷ്ണേന്ദും കണ്ടോ? ആണോ? അപ്പൊ അവരുടെ ആ ഒരു നിങ്ങൾ ഇരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം അടുത്തത് ഇനി ഈ സീൻ വരാൻ പോവാണെന്ന്. അപ്പൊ കൃഷ്ണേന്ദു ആയിക്കോട്ടെ, രാഹുൽ ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ടി വി കാണുമ്പോ അങ്ങോട്ടായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്, അത് ഇവരുടെ ഫേസിലേക്കായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്? ആണല്ലേ? അപ്പൊ ഇവരുടെ കൂടെ ആണെങ്കിലും ഞാൻ അപ്സ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ടി വി കാണാൻ ഇവരെയും കാണാം. കണ്ടില്ല, കള്ളൻ. അതിനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നോ? ആ സമയത്ത് റെഡി ആവുമായിരുന്നു പോവാനായിട്ട്. ഇവിടെയായിരുന്നു ശ്രദ്ധ. അച്ഛനും അമ്മയും എങ്ങനെയാണ്? എന്റെ വീട്ടില് അച്ഛനും അമ്മയും അനിയനുമാണ് എന്റെ സീരിയല് എല്ലാം കാണും. അപ്പൊ അവര് കണ്ടിട്ട് വാലിഡ് ആയിട്ടുള്ള നീ ഇങ്ങനെ ചെയ്ത് നന്നായി, അല്ലെങ്കിൽ ഇങ്ങനെ ശരിയല്ല. അനിയൻ പ്രത്യേകിച്ച് കറക്റ്റ് ഒരു മൂവി പോയിന്റ് ഓഫ് വ്യൂല് പുള്ളി പറയും, ചേട്ടാ ഇങ്ങനെ പറയുന്ന ആളാണ്. അവൻ ഒബ്വിയസ്ലി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ അച്ഛനും അമ്മ എന്നുള്ള രീതിയിൽ അവർക്ക് അറിയാലോ, അച്ഛനമ്മമാർക്ക് ഒരു ഇത് ഉണ്ടാവുമല്ലോ ഞാൻ വിചാരിച്ചു. അപ്പൊ അത് കണ്ടു. അന്നേരം ഞാൻ മിണ്ടിയില്ല. അവര് കാണുന്ന ഫീഡ്ബാക്ക് നോക്കി, എന്നിട്ട് മിണ്ടിയില്ല. പിന്നെ താഴെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു അമ്മയോട്, അപ്പൊ അമ്മ എന്താണ് തോന്നിയത്? അപ്പൊ അമ്മ വളരെ സർപ്രൈസിംഗ്ലി പറഞ്ഞു, സർപ്രൈസിംഗ്ലി അല്ല, എനിക്കറിയായിരുന്നു അമ്മ ഇങ്ങനെ പറയുള്ളൂ അറിയായിരുന്നു. ഫാമിലി ഓഡിയൻസിന് കാണാതിരിക്കാൻ മാത്രം, അല്ലെങ്കിൽ അയ്യോ എന്ന് പറയാൻ മാത്രമുള്ള ഒരു വൾഗാരിറ്റിയും ആ സീനിൽ ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും ഇങ്ങനെ ഒരു സീൻ വന്നു. ഇങ്ങനെയല്ല, കുറച്ചും കൂടി ഒരു
സീൻ വന്നു. അമ്മ അത് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇനി ഇങ്ങനെ ഉണ്ടാവോ അല്ല അത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വരുമ്പോഴേ അത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോ അത്ര അത് പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ വേണ്ട അനിവാര്യമായിട്ടുള്ള സ്ഥലത്ത് മാത്രം നമ്മളത് കറക്റ്റ് ആയിട്ട് കൊടുക്കും. ഒരു പക്ഷെ ഇവര് ബോധേഡ് ആവുന്നത് മറ്റുള്ളവർ എന്ത് പറയും, ഫാമിലിയിലുള്ള ആൾക്കാര്, ഒത്തിരി ഫാമിലിയുള്ള എല്ലാരും കാണാറുണ്ട് മാത്രമല്ല അവരുടെ ഫീഡ്ബാക്സ് അപ്പൊ തന്നെ അറിയിച്ച് വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആണ് എല്ലാവരും, നാട്ടുകാരാണേലും എല്ലാവരാണല്ലോ. അപ്പൊ അവർ അത്രയും പ്രൗഡായിട്ട് നിൽക്കുന്ന ടൈമാണ് ഇപ്പൊ, നല്ല സന്തോഷത്തിൽ നിൽക്കണാണ്. അപ്പൊ ഇതെന്തെങ്കിലും വേറെ രീതി തോന്നുന്നു എന്നൊരു കൺസേൺ അല്ല, ചെറിയ രീതിയിലുള്ള അച്ഛനമ്മമാർക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ എല്ലാരും നല്ലൊരു രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ്. അപ്പൊ അച്ഛന്റെ അടുത്തൊന്നും ചോദിച്ചില്ലേ? അച്ഛൻ തീർച്ചയായും അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ അച്ഛൻ കൂളാണ്. നീ ഇതല്ല ഇതിനപ്പുറം എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ പോലും അച്ഛൻ അതിൽ കൂളാണ്, ബോധേടയല്ല. എല്ലാം നല്ല ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളാണ്. അച്ഛനൊന്നും കുഴപ്പമില്ല. ഇനി കൃഷ്ണേന്ദുവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇവരുടെ കൂടെ ഇരുന്ന് ടി വി കണ്ടപ്പോൾ കൃഷ്ണേന്ദു എങ്ങോട്ടാണ്, ഇവരുടെ ഫേസിലേക്കാണോ ശ്രദ്ധിച്ചേ? അത് ആക്ച്വലി ഞങ്ങൾക്ക് വണ്ടർല ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാനും രാഹുലും പിന്നെ ഞങ്ങളുടെ അനിയനായിട്ട് അഭിനയിക്കുന്ന നവനീത് എല്ലാരും കൂടി വണ്ടർല പോകാൻ നിൽക്കായിരുന്നു. അപ്പൊ ആ പോകുന്ന അന്ന് ഞാൻ ഇവന്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ടി വിയിൽ ഹോട്ട്സ്റ്റാറിലൊക്കെ ഇട്ടുണ്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കണ്ടത്. അതായത് ഇവന്റെ ഫാമിലി ഞാൻ എത്തി നോക്കി എന്റെ വീട്ടുകാരുടെ എക്സ്പ്രഷൻ നോക്കിയോണ്ട് സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ആ കഥ പറഞ്ഞ സമയത്ത് ഈ ഒരു ഭാഗം ഇറേസ് ചെയ്ത് വെച്ചിട്ടാണല്ലോ പറഞ്ഞത്. അല്ല നമ്മള് അവരെല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പോവാൻ വേണ്ടി പറഞ്ഞല്ലോ, റെഡി ആവാൻ വേണ്ടി നിൽക്കായിരുന്നു എന്ന് പറയല്ലേ. അപ്പൊ ആ സമയത്ത് വന്ന് നമ്മൾ വണ്ടർല പോവാൻ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഫാമിലിയുടെ കൂടെയാണ് കണ്ടത്. അപ്പം കൃഷ്ണേന്ദുവിന്റെ അച്ഛനും അമ്മയും തൃശ്ശൂർ തന്നെയായിരുന്നു. അതെ അതെ. ഓക്കെ, അപ്പൊ അവരുടെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചു. അപ്പൊ തന്നെ എന്തായിരുന്നു അവരുടെ? ഞാൻ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞല്ലോ, ഷൂട്ട് കഴിഞ്ഞപ്പോ അമ്മയെ ഞാനാക്കി. പിന്നെ അതിനെ കുറിച്ച് എനിക്ക് കുറച്ച് ആ കാര്യത്തിലൊക്കെ കുറച്ച് നാണം കൊണ്ടല്ലോ, ബാക്കി ഒരു കാണത്തിൽ നാണൊന്നുമില്ല. അപ്പൊ അമ്മ കുഴപ്പമൊന്നുമില്ല, അമ്മയായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അമ്മ നല്ല ജോളി ടൈപ്പ് ഒക്കെയാണ്. അച്ഛൻ്റെ അടുത്ത് എനിക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കൂടുതൽ എനിക്ക് ഇപ്പൊ ശരിക്കും ടെലികാസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നേ ഉള്ളൂ അല്ലേ? ശരിക്കും അതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചില്ല, കൂടുതൽ സംസാരിക്കുമ്പോഴല്ലേ എന്തെങ്കിലും നാണം വരുന്നത്. അല്ല അമ്മയ്ക്ക് അങ്ങനത്തെ സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അമ്മ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എന്റെ ഒരു കൂട്ടുകാരിയുടെ പോലെ തന്നെ, ഫ്രണ്ടിന്റെ പോലെ തന്നെ അമ്മ സംസാരിക്കലും. അപ്പൊ അമ്മ അങ്ങനെ ഓരോന്ന് പറയും. ഇപ്പൊ ഈവൻ ഞങ്ങളുടെ സംസാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്നെല്ലാം നോക്കുന്നത്, ആ ചെക്കൻ എന്നെ വായ നോക്കുന്നതെന്ന് പറയണ്ട ഇപ്പൊ അമ്മയാണ് എന്റെ. അപ്പൊ അമ്മയുടെ അടുത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു റെസ്പെക്ട് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഡയറക്ടറിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മെയിൻ കൺസേൺ ആയിരുന്നു, കൺസേൺ അല്ല ഒരു പോയിന്റ് ആയിരുന്നു, ഒരു വൾഗാരിറ്റി വരരുത്. കാരണം ഒബ്വിയസ്ലി കുടുംബ പ്രേക്ഷകരാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. യൂത്ത് ഉണ്ട് ഇല്ലാന്നല്ല, എന്നാൽ പോലും ഒരു വീട്ടിലിരുന്ന് കാണുമ്പോഴേക്കും അയ്യോന്നൊരു അവർക്കൊരു ഓക്വേർഡ് ഫീൽ വരരുതെന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ അത് ഏറ്റവും മെയിൻ പോയിന്റ് കൺസേൺ വെച്ചിട്ടാണ് ആ ഒരു പോയിന്റ്. അത് ഞങ്ങൾക്കും ഓക്കെയാണ്, ഞങ്ങൾക്ക് അത് വൾഗറായിട്ട് തോന്നിയിട്ടില്ല. വൾഗറായി നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യൂല, നമ്മൾ പറയും അയ്യോ അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു സീൻ അങ്ങനെയല്ല പറയാം, നമുക്ക് പറയാനുള്ള ഒരു റൈറ്റ്സ് അവിടെ. നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റും ഇല്ല, പ്രശ്നമില്ല. അതാ പറഞ്ഞത്, പിന്നെ നമുക്ക് ഇതിനെ കുറിച്ച് ഇതൊന്നും വേണ്ട.